ഹായ് ഹലോ. ഇന്ന് ഞാനൊരു നടിയലുമായിട്ടാട്ടോ വന്നത്. നടുന്നത് നമ്മളെ വെണ്ട പ്ലാവിൻ്റെ ഇലയിൽ വിത്തിട്ടിരുന്നല്ലോ, ആ വിത്തൊക്കെ മുളച്ച് വന്നത് അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. പ്ലാവിൻ്റെ ഇലയിൽ മണ്ണിട്ടിട്ട് അതിലൊരു വിത്തിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചട്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പൊട്ടി മിക്സും കരിയിലൊക്കെ ഇട്ട് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അയക്കാണ്ട് വെച്ചെടുത്തു ആ ഒരു ചെടി കേട്ടോ. ഇനി ബാക്കിയുള്ള ചെടിയൊക്കെ നടുന്ന വിധം ഞാൻ കാണിച്ചു തരാം. ഞാൻ മണ്ണധികം ഉപയോഗിക്കണില്ല, വെറും കരിയില വെച്ചിട്ടാണിത് ഉണ്ടാക്കുന്നത്. നമ്മളെ കരിയിലാണ് നമ്മളെ താരട്ടോ. അപ്പം അങ്ങനെ കരിയില കൊടുന്ന് ആദ്യം ചട്ടിയിൽ കുറച്ച് ഇടുക, എന്നിട്ടൊരു കുറച്ച് വണ്ണമുള്ളൊരു PVC പൈപ്പാണ്. ആ PVC പൈപ്പ് അതിൽ നടുവിൽ നിർത്തിയിട്ട് അതിൻ്റെ 4 ഭാഗം പിന്നെയും പുല്ലോ ഇലയോ എന്താ വിളിച്ചെങ്കിൽ ഇടാം. അത് ഞാൻ എൻ്റെ ക്യാരറ്റ് പറിച്ച ചെടീൻ്റെ ഇലയാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് നിറച്ചിട്ട് നമ്മൾ നല്ലോണം കുത്തി അമർത്തി നിറക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇല നനഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ഇരിക്കുമല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ മണ്ണിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അന്ന് കഴിയണത്രയും ചട്ടി നിറയെ ഇല കുത്തി നിറക്കണം. അങ്ങനെ അത് അത്രയും ആയി നിറച്ചു. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ കുറേശ്ശെ മണ്ണിട്ട് കൊടുത്താൽ മതി. നല്ലോണം അമർത്തിയിട്ട്, തോനെ മണ്ണൊന്നും വേണ്ട, അതിൻ്റെ മുകളിൽ കുറേശ്ശെ മണ്ണിട്ട് കൊടുത്താൽ മതി. ഈ മണ്ണ് ആ ഇലയൊക്കെ പിന്നെ മണ്ണാവുമല്ലോ. അങ്ങനെ എൻ്റെ മുകളിൽ കൂടെ ഇത്തിരീച്ച മണ്ണ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്താണെന്നറിയോ, വെയിറ്റും കുറവാണ്, മണ്ണും അധികം വേണ്ട. എനിക്ക് മണ്ണൊന്നുമില്ല, ഞാൻ അപ്പുറത്തെ തൊടിയിൽ നിന്ന് മണ്ണ് എടുത്തുകൊണ്ടിരിക്കരെ. അപ്പോൾ അതാണ് അധികം കരിയിലെടുക്കണത്, എന്നാൽ പിന്നെ മണ്ണ് കുറച്ച് മതിയല്ലോ. ഇലയില്ല കേട്ടോ, കരിയിലയില്ല. കരിയില ഞാൻ റോഡ് സൈഡിൽ നിന്ന് അടിച്ച് വാരി കൊണ്ടുവന്ന് ചാക്കിലാക്കി വെക്കണ കരിയിലാണ് ഇതൊക്കെ. ഇതിനി പോട്ടി മിക്സാണ്. ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും മണ്ണും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പൈപ്പിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ആ പൈപ്പ് നിറയുമ്പോൾ ആ പൈപ്പ് മെല്ലെ ഊരിയെടുക്കുക. അപ്പോൾ അതിൽ മണ്ണ് അതിൽ ഫില്ല് ചെയ്തില്ലേ, അതൊക്കെ ആ പൈപ്പാണ് ഊരിയെടുത്താൽ ആ മണ്ണ് അതിൽ ഉണ്ടാവും. എന്നിട്ട് പിന്നെ നമ്മൾ പ്ലാവിൻ്റെ ഇല അങ്ങനെ എടുത്തുവിടുന്നാൽ മതി. ചെറിയൊരു കുഴി കുത്തുക അതിൻ്റെ നടുക്ക്. അങ്ങനെ ഒരു കുഴി കുത്തിയാൽ മതി. എന്നിട്ട് ഇതിന് പോയിട്ട് പ്ലാവിൻ്റെ ഇല ഉണ്ടോ, നമുക്ക് എടുക്കാനൊന്നൊരു പ്രയാസമല്ലേ പ്ലാവിൻ്റെ ഇല. ഈ പ്ലാവില ഇനി ചീഞ്ഞ് പോകുമല്ലോ, അപ്പോൾ ഇതിൻ്റെ വേരുവട്ടം അങ്ങോട്ട് പിടിച്ചോളും മണ്ണിലേക്ക്. അപ്പം തന്നെ വേര് പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ടായില്ല. ഉണ്ടല്ലേ, അതങ്ങനെ അങ്ങനെ ആ വെണ്ട നട്ടു. ഇത് വെണ്ട കേട്ടോ, വെണ്ട നട്ടു. അങ്ങനെ ഇനി എല്ലാം അങ്ങനെ 6-7 ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ചട്ടിയിലും നമ്മൾ ഇതേമാതിരി തന്നെ. ഞാനിപ്പോൾ ഇതിന് കയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടോ, ഒരു കൽക്കുന്നനെ കണ്ടു ഞാൻ മണ്ണിൽ. അപ്പം എനിക്ക് പേടിയായി. അപ്പം ഞാൻ വേഗം പോയി ഗ്ലൗസ് എടുത്തിടുന്ന് കയ്യുമ്പോൾ ഇട്ടു. ഒരു കുത്ത് കിട്ടിയ പണിയായില്ലേ. അങ്ങനെ എല്ലാ ചട്ടികളും ഇതേ രീതിയിൽ തന്നെയാണ് നിറച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിയിലേക്ക് കുറച്ച് കരിയില അതിൽ പൈപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ മണ്ണ് വേണം. അങ്ങനെ എല്ലാ ചട്ടിയും എന്താക്കണം, നിറച്ച് വെള്ളമൊക്കെ തെളിച്ചു കൊടുത്ത് നിൽക്കണം. എന്താ ഉഷാറിലാണ് നിൽക്കണല്ലേ, ഒരു വാട്ടൊന്നുമില്ല. എന്താ വെച്ചാൽ ഈ പ്ലാവിൻ്റെ ഇല അങ്ങനെ ഇറക്കി വെക്കല്ലേ, അതുകൊണ്ടാണ് വാട്ടമില്ലാത്തത്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.